വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകയിനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ഇനി ജയം എനിക്കുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവേ, ഈ നോമ്പ് കാലത്ത് കർത്താവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു എന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ ഒരവസരം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളാൽ ഞങ്ങളെ ഞങ്ങളുടെ വിശ്വാസത്തിൽ ശക്തീകരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യണമേ. അവിടുത്തെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ കാലത്ത് നമുക്ക് യേശുവിൻ്റെ കുരിശിലേക്ക് ഒന്നുകൂടെ നോക്കാം. പഴയ നിയമത്തിൽ ഒരു കഥ നമ്മൾ കാണുന്നുണ്ട്. ഇയ്യോബിൻ്റെ കഥയാണ്. ഈ കഥ നമ്മളോടൊരു വലിയ ചോദ്യം ചോദിക്കുന്ന കഥയാണ്. ദൈവം ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് പരീക്ഷണങ്ങൾ അനുവദിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഈ കഥ കേൾക്കുമ്പോൾ. യോബ് എന്ന വ്യക്തിക്ക് 10 മക്കളുണ്ടായിരുന്നു. 10 പേരും മരിച്ചു. സുഹൃത്തുക്കളും ഭാര്യയും ദൈവത്തെ നിഷേധിക്കാൻ അഥവാ തള്ളിപ്പറയാൻ പറഞ്ഞു. എന്നിട്ടും ഇയ്യോബ് എന്താണ് മറുപടി പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പിൽ തെളിയിക്കും എന്നാണ് ഇയ്യോബ് പറയുന്നത്. ഈ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഈ വിശ്വാസവുമായിട്ട് നമ്മളെ ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മളെവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ദൈവം പലതും യോബിൽ നിന്ന് എടുത്തെങ്കിലും എടുത്തതെല്ലാം തിരിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം, മക്കൾ ഉൾപ്പെടെ. ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാം. യോബിൻ്റെ ജീവിതം സമ്പത്തുകളുടെ സമ്പന്നതയിൽ നിന്ന് വേദനയിലേക്കും പരിതാപമായ അവസ്ഥയിലേക്കും വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. ഊസ് എന്ന രാജ്യത്ത് ജീവിച്ച വലിയ ധനവാനായ ഒരു മനുഷ്യനായിരുന്നു യോബ്. നീതിമാനായ മനുഷ്യനുമായിരുന്നു. 7 ആൺമക്കളും 3 പെൺമക്കളുമായിരുന്നു യോബിനുണ്ടായിരുന്നു. ആയിരക്കണക്കിന് പശുക്കളും ധാരാളം സമ്പത്തും യോബിന് ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അവനെ നിഷ്കളങ്കനും സത്യസന്ധനും എൻ്റെ ദാസൻ എന്നും വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദൈവത്തോടുള്ള അവൻ്റെ സ്നേഹം അതിര് കവിഞ്ഞതായിരുന്നു. അവൻ്റെ മക്കൾ അറിഞ്ഞോ അറിയാതോ ചെയ്യുന്ന പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിപ്പിച്ച് അതിന് ക്ഷമ ചോദിക്കുന്ന ഒരപ്പനായിരുന്നു ഇയ്യോബ്. എന്നാൽ ഒരു ദിവസം സാത്താൻ ദൈവമുമ്പിൽ വന്ന് നിന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത് നമുക്ക് യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 9 മുതൽ ഉള്ള 2-3 വാക്യങ്ങളിൽ കാണാം. അതിങ്ങനെയാണ് പറയുന്നത്: സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടിരിക്കുകയല്ലേ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. നീ തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും എന്ന് സാത്താൻ ദൈവത്തോട് പറയുകയാണ്.
ഇത് പറച്ചിൽ മാത്രമല്ല, ഇതൊരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. നീ ദൈവഭക്തനും നിന്നെ സ്നേഹിക്കുന്നവനും വലിയ വിശ്വാസിയുമാണെന്ന് പറയുന്ന ഇയ്യോബ് നിന്നെ തള്ളിപ്പറയുന്നത് കാണണോ എന്ന് ദൈവത്തോട് സാത്താൻ ചോദിക്കുകയാണ്. ഇറ്റ് വാസ് എ ചലഞ്ച്. അങ്ങനെ ദൈവം ആ ചലഞ്ച് ഏറ്റെടുക്കുകയും നീ അവനെ പരീക്ഷിച്ചു കൊള്ളുക എന്ന് ഇയ്യോബിന് ഇന്ന് സാത്താന് അനുവാദം കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇയ്യോബിനെ നിൻ്റെ ഇഷ്ടം പോലെ പരീക്ഷിച്ചു കൊള്ളുവാൻ ദൈവം സാത്താന് അനുവാദം കൊടുക്കുകയാണ്. എന്നാൽ ഒരു കാര്യം മാത്രം ദൈവം പറയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, അവൻ്റെ ജീവനെ മാത്രം നീ തുടരുത് എന്ന് പറയുന്നു. അവിടെ സാത്താൻ പോയി ഇയ്യോബിനെ പരീക്ഷിക്കാൻ തുടങ്ങി. ചെറിയ തോതിലൊന്നുമല്ല, വളരെ ക്രൂരമായ പരീക്ഷണമാണ് നടത്തിയത്. 10 മക്കളും മരിച്ചു, സമ്പത്തുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു. തലയിൽ മണ്ണ് വാരിയിട്ട് ഇയ്യോബ് തൻ്റെ ദേഹത്ത് ഒരു വ്രണങ്ങൾ ഉണ്ടായത് മുഴുവൻ ചിരണ്ടിക്കൊണ്ടിരുന്നു. ഇയ്യോബ് വളരെയധികം ദുഃഖിതനായിരുന്നു. ഇയ്യോബ് പിന്നീട് പറയുകയാണ്, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ് ഇയ്യോബ് പറയുന്നത്. ഈ സമയത്ത് ഇയ്യോബ് അനുഭവിച്ച ആ ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം വേണം. എന്നാൽ ഒരു കാര്യം മാത്രം പറയാം, അവൻ്റെ ശരീരം മുഴുവൻ പലതരത്തിലുള്ള കീടബാധകളാൽ നിറഞ്ഞു. അവൻ അസഹനീയമായ വേദനയും ചൊറിച്ചിലുമുണ്ടായി. അവൻ വളരെയധികം നരകയാതന അനുഭവിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഇയ്യോബിനോട് അവൻ്റെ ഭാര്യ വന്ന് പറയുകയാണ്, നീ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളയുക. ഇത് ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണാം. അതുപോലെ 3 സ്നേഹിതന്മാർ, വലിയ അടുത്ത സ്നേഹിതന്മാർ, എലീഫസ്, ബിൽദ്, സൊഫാർ എന്നീ 3 സ്നേഹിതന്മാരും ദൈവത്തെ നിഷേധിച്ച് പറയാനായിട്ട് ഇയ്യോബിനെ നിർബന്ധിക്കുന്നത് കാണാം. അവർ ഇയ്യോബിനോട് പറയാണ്, നിൻ്റെ പാപമാണ് ഇതിന് കാരണം. മനസ്സിലായില്ലേ? അങ്ങനെ ഇയ്യോബ് വളരെയധികം പരാജിതനായ ഒരവസ്ഥയിലെത്തുന്നത് നമുക്ക് കാണാം. എന്നാൽ ഇത്രയും സ്നേഹിച്ച ഇയ്യോബിനെ എന്തുകൊണ്ടാണ് ഈ ക്രൂരമായ പരീക്ഷണങ്ങളിലൂടെ കടത്തിവിട്ടത് എന്ന് നമ്മൾ ചിന്തിക്കാം. ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും. യോബിനെ ദൈവം യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ എൻ്റെ ദാസൻ എന്ന് വിളിക്കുന്നത് നമ്മൾ കാണാം. അത്രമാത്രം ദൈവം യോബിനെ സ്നേഹിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് സാത്താൻ അനുവാദം കൊടുത്തത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇയ്യോബ് എന്ത് ചെയ്യുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസത്തിൻ്റെ പരീക്ഷണത്തിന് ദൈവം മുതിർന്നത്. മനസ്സിലായില്ലേ? യോബിൻ്റെ വിശ്വാസം സമ്പത്തിലല്ല, പണത്തിലല്ല, ആഡംബരങ്ങളിലല്ല എന്ന് തെളിയിക്കാനായിട്ടാണ് ദൈവം അവിടെ ശ്രമിക്കുന്നത്. യേശു മരുഭൂമിയിൽ പ്രലോഭിതനായപ്പോൾ, സാത്താൻ്റെ പ്രലോഭനങ്ങളിൽപ്പെട്ടപ്പോഴും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ദൈവം നമ്മുടെ വേദനയിൽ നിന്ന് അകന്നു പോകുന്നില്ല. അവനതിനെ അനുവദിക്കുന്നുണ്ട്. പക്ഷേ അവനൊരു പരിധിയും വെക്കുന്നുണ്ട്, ഇല്ലേ? 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളെ ദൈവം സ്നേഹിക്കുന്ന ഇയ്യോബിനെ ദൈവം പരീക്ഷിച്ചതുപോലെ നമ്മളെയൊക്കെയും ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാകും. അതൊരു തീർച്ചയാണ്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. അതിലെപ്പോഴും പ്രയാസങ്ങളും ദുഃഖങ്ങളും പരാജയങ്ങളും ഒന്നിനു പുറകിൽ ഒന്നായിട്ട് തന്നെ ഉണ്ടാകും. നമ്മൾ എത്രമാത്രം കൂടുതൽ ദൈവത്തോട് അടുക്കുന്നു അത്രമാത്രം നമുക്ക് ഈ ലോകത്തിൽ സഫറിങ്സ് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഓരോ നമ്മുടെ പരീക്ഷണവും ഓരോ സഫറിങ്ങും നമുക്ക് വിശ്വാസത്തിൽ നമ്മളെ ഉറപ്പിക്കുന്നതായിട്ട് മാറണം. അതാണ് ഈ ഉപമയിൽ നിന്ന് ഈ സംഭവത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ
നമ്മൾ ഈ ഈ നോമ്പിൻ്റെ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് നോക്കട്ടെ, നമ്മളൊന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തെ നോക്കിയാൽ നമുക്ക് 10 മക്കൾ നഷ്ടപ്പെട്ടോ? ഇല്ലല്ലോ. നമുക്ക് ജോലി പോയോ? നമുക്ക് രോഗം വന്നോ? നമ്മുടെ സുഹൃത്തുക്കൾ ദൈവമില്ലെന്ന് പറഞ്ഞ് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ പുച്ഛിക്കുന്നത് നമ്മൾ കാണേണ്ടി വന്നോ? നമ്മുടെ ഭാര്യ ഒരുപക്ഷെ നമ്മളുടെ വിശ്വാസത്തിനും ആരാധനയ്ക്കും എതിരാണോ? ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. ഇത് സംഭവിക്കുമ്പോൾ യോബ് പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് സാധിക്കണം. ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി പോകും, ദൈവനാമം മഹത്വപ്പെടണം എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. യോബിൻ്റെ ആ ജീവിതം നമ്മൾ അങ്ങേയറ്റം ആകർഷിക്കുന്നതായി മാറണം. നമുക്ക് ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാതെ, എങ്കിലും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയാതെ, എന്നെ എൻ്റെ ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഈ നോമ്പ് കാലത്ത് പരിശോധിച്ച് നോക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. പ്രലോഭനങ്ങൾ വരുമ്പോൾ നമ്മൾ വീണു പോകാറുണ്ടോ? രോഗം വരുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ടോ? യേശു കുരിശിൽ കിടന്നപ്പോൾ ചോദിക്കുകയാണ്, പിതാവേ എന്തിന് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന്, ഇല്ലേ? ഇതൊക്കെ യേശു ചോദിച്ചെങ്കിലും അവസാനം പറയുന്നു, എങ്കിലും നിൻ്റെ ഹിതം പോലെ സംഭവിക്കട്ടെ. അതുപോലെ തന്നെയാണ് നമ്മളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പറയേണ്ടത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ എന്നെ എത്ര പരീക്ഷിക്കുന്നെങ്കിലും ഞാൻ നിലനിൽക്കും, ഞാൻ തെളിയിക്കും എന്നെ തന്നെ, എൻ്റെ വിശ്വാസം ഒരിക്കലും ഞാൻ കൈവിടുകയില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. യോബിൻ്റെ വിശ്വാസം പിന്നീട് യോബിനെ സമ്പന്നനാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയാക്കി ദൈവം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 7 ആൺമക്കളും 3 പെൺമക്കളും എല്ലാം യോബിന് തിരിച്ചു കിട്ടി. മക്കൾ മരിച്ചു പോയിട്ടും അവർ വീണ്ടും യോബിന് മക്കൾ ഉണ്ടാകുന്ന അത്ഭുതകരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിച്ചാൽ നമ്മുടെ വേദനകൾ പോകും, നമ്മുടെ പരീക്ഷണങ്ങളിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും, നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാവരോടും പറയാനുള്ളത്, ക്രൂരതയിലും പ്രയാസത്തിലും കഷ്ടതയിലും രോഗത്തിലുമൊക്കെ വീഴുമ്പോഴും യേശുവിനെ മുറുകെ പിടിക്കുക. കുരിശിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണവൻ. അതുകൊണ്ട് നമുക്ക് അവനിൽ നമ്മുടെ വിശ്വാസം പരിപൂർണമായി അർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും മുമ്പോട്ട് പോകാം. യോബ് പറയുന്നുണ്ട്, യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേട്ടുകേൾവി മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ, ഇപ്പോഴോ ഞാൻ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു എന്ന് പറഞ്ഞാൽ, യോബ് ദൈവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുള്ള അറിവ് യോബിന് ആദ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കഷ്ടതകളിൽ കൂടി കടന്നുപോയപ്പോൾ യോബ് ദൈവത്തെ കണ്ടു. ഇത് നേരിൽ കണ്ടു എന്നല്ല, യോബിന് ദൈവം ആരാണെന്ന് മനസ്സിലായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഓരോ കഷ്ടതയും, ഓരോ ദുഃഖവും, ഓരോ രോഗവും, ഓരോ വേർപാടും, ഓരോ പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തെ അതിലൂടെ കാണാൻ നമുക്ക് സാധിക്കണം. ദൈവത്തെ അതിലൂടെ കാണാനും തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്, അവൻ എന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കും, അവനിലുള്ള വിശ്വാസം ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് ധൈര്യത്തോടെ പറയാൻ നമുക്ക് കഴിയണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യോബിൻ്റെ വിശ്വാസം ഞങ്ങളിപ്പോൾ കേട്ടു. ആ വിശ്വാസം ഞങ്ങളെ പ്രചോദിപ്പിക്കാൻ അനുവദിക്കണമേ. പല പ്രലോഭനങ്ങളും ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അതിലൊന്നും വീഴാതിരിക്കാനും, പ്രലോഭനങ്ങളുണ്ടായി അതിൻ്റെ തുടർച്ചയായി നിന്നെ നിഷേധിക്കാതിരിക്കാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പ്രാപ്തമാക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല.
ശ്രമിച്ചാൽ പിന്മാ